നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പഞ്ചാബിൽ ആകെയുള്ള 117 സീറ്റിൽ 92 എണ്ണവും പിടിച്ചടക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 59 സീറ്റുകളേക്കാൾ വളരെ കൂടുതൽ. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസ് നേടിയത് വെറും 18 സീറ്റുകൾ. ഡൽഹിയിൽ തോറ്റമ്പിയ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം തുടങ്ങി. അതാവട്ടെ ആം ആദ്മി പാർട്ടിയുടെ അന്ത്യത്തിൽ ചെന്ന് അവസാനിക്കും. ലുധിയാന സീറ്റാണ് കേജ്രിവാളിന്റെ മനസ്സിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ തോറ്റതോടെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി. പഞ്ചാബിലും പാർട്ടിയുടെ അടിത്തറയിളകുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിനോട് എതിർപ്പുള്ള വലിയൊരു സംഘം ആം ആദ്മി MLA-മാരുണ്ട്. അവരെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി ഭരണത്തിലുള്ള ഏക സംസ്ഥാനമാണ് പഞ്ചാബ്. വലിയ അടിത്തറയിട്ട് പഞ്ചാബ് ഭരണം പിടിച്ച അരവിന്ദ് കെജ്രിവാൾ മറ്റു ചില പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിയിരുന്നു. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ആം ആദ്മി പടർന്നു കയറും. എന്നാൽ പഞ്ചാബിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ അടിയന്തര മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ചൊവ്വാഴ്ച പഞ്ചാബിലെ MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഒരു യോഗം വിളിച്ചു. ഈ യോഗത്തിന് അസാധാരണമായ ചില തലങ്ങളുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ അരവിന്ദ് കെജ്രിവാൾ എന്ന ഇമേജ് പൂർണ്ണമായും വീണുടഞ്ഞു. പഞ്ചാബിലെ MLA-മാർക്കിടയിലും ഇത് പ്രകടമാണ്. എത്രയും പെട്ടെന്ന് കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചേക്കേറാനുള്ള ത്വര അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഇരച്ചെത്തി. 30ഓളം ആം ആദ്മി പാർട്ടി MLA-മാരുമായി തങ്ങൾ അടുപ്പം പുലർത്തുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അടപടലം കോൺഗ്രസ് മറിക്കുമോ എന്ന ഭയം ആം ആദ്മി നേതാക്കൾക്കും. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാകുന്നതിനെ ഭൂരിപക്ഷം പേരും മനസ്സാൽ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ഭഗവത് മാനിനും ഇക്കാര്യത്തിൽ ചില വിമത ശബ്ദങ്ങളുണ്ടാവാം. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും സർക്കാരിൽ മാറ്റമുണ്ടാകുമെന്നും ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ പറഞ്ഞതാണ് രാഷ്ട്രീയ സുനാമിക്ക് കാരണം. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം ആം ആദ്മി പാർട്ടിയുടെ അവസാനത്തിന്റെ തുടക്കമാണ്. കേജ്രിവാളും ഭഗവത് മാനും വ്യാജ വാഗ്ദാനങ്ങളാണ് പഞ്ചാബിലെ ജനങ്ങൾക്ക് നൽകിയത്. ഒഴിഞ്ഞുകിടക്കുന്ന ലുധിയാന മണ്ഡലത്തിൽ കേജ്രിവാൾ മത്സരിക്കാനൊരുങ്ങുന്നു. അതുവഴി പഞ്ചാബ് സർക്കാരിന്റെ ഭാഗമാകാനാണ് ശ്രമം, പ്രതാപ് സിംഗ് ബജ്വ പറഞ്ഞു. കോൺഗ്രസ് കരുക്കൾ ഭംഗിയോടെ നീക്കുന്നു. മറുവശത്ത് ആം ആദ്മി പാർട്ടിയിൽ ശക്തമായ ഉലച്ചിൽ. അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രി മോഹം തന്നെയാണ് ആ പാർട്ടിയുടെ അന്ത്യത്തിൽ ചെന്ന് അവസാനിക്കുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രിയാകാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കമെന്ന് BJP നേതാവ് സുഭാഷ് ശർമ്മയും പറയുന്നു. 70-ൽ 67 MLA-മാരുമായി ഡൽഹി ഭരിച്ചിരുന്ന ആം ആദ്മി ഇത്തവണ 22 സീറ്റിലേക്ക് കൂപ്പുകുത്തിയത് അരവിന്ദ് കെജ്രിവാളിന്റെ ഇമേജ് തകർന്നതും ഒരു അഴിമതിക്കാരനാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതും കൊണ്ടുതന്നെ. ഡൽഹിയിൽ സംഭവിച്ച അതേ ദുരന്തം തന്നെയാണ് പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിനെയും കാത്തിരിക്കുന്നത് എന്ന് ആം ആദ്മിയിലെ MLA-മാർ പോലും ഇപ്പോൾ അടക്കം പറയുന്നു. അത്രയധികം വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ് അത്രേ അവർ അധികാരത്തിലെത്തിയത്. എന്നാൽ ഒന്നുപോലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പുകൾ ഉയരുന്നു. പഞ്ചാബിൽ നേതൃസ്ഥാനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ആസന്നമായിരിക്കുന്നുവെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. തലസ്ഥാനത്തെ പാർട്ടി നേതൃത്വം ആകെ അങ്കലാപ്പിലാണ്. ഭഗവത് മാനെ മാറ്റാൻ താൽപ്പര്യപ്പെടുന്നവർ ഏറെയുണ്ട് പഞ്ചാബിൽ. അരവിന്ദ് കെജ്രിവാളും ഇത്തരം നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നിരുന്നു. ഭഗവത് മാനെതിരായ ഒരു വികാരം ശക്തിപ്പെടുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് പഞ്ചാബ് മുഖ്യമന്ത്രിയാകാൻ കഴിയും. സംസ്ഥാനത്തെ മുഴുവൻ MLA-മാരും പ്രവർത്തകരുമൊക്കെ കേജ്രിവാൾ പക്ഷത്താണ് എന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അനുയായികൾ പറയുന്നു. ലുധിയാന വെസ്റ്റ് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. പഞ്ചാബ് നിയമസഭയുടെ ഭാഗമാകുന്നതോടെ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയാകാൻ കഴിയും. എന്നാൽ കോൺഗ്രസിന്റെ അവകാശവാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വക്താവ് നീൽ ഗാർഗ് രംഗത്തെത്തി. കേജ്രിവാൾ ഞങ്ങളുടെ ദേശീയ കൺവീനറാണ്. കോൺഗ്രസിന്റെ ഗ്രാഫ് കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ തുടർച്ചയായ 3-ാം തവണയും ഒരു സീറ്റ് പോലും നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. 2022 പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് 18 MLA-മാരെ മാത്രമാണ് ലഭിച്ചത്. അത് 27 തെരഞ്ഞെടുപ്പിൽ വീണ്ടും കുറയുമെന്ന് ആം ആദ്മി പറയുന്നു. ഇന്ത്യ മുന്നണി എന്ന സങ്കല്പം തന്നെ വീണുടഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്താതിരുന്നതോടെ വലിയ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന കോൺഗ്രസിന് നേർക്ക് ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ വലിയ വിദ്വേഷം. ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ സ്വാധീനമുണ്ട് ആം ആദ്മി പാർട്ടിക്ക്.
ആ പ്രദേശങ്ങളിൽ ആം ആദ്മിയെ ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് എത്രമാത്രം വിജയസാധ്യതയുണ്ട് എന്നത് ചോദ്യചിഹ്നമാണ്. ഇവിടെയാണ് ഇന്ത്യ മുന്നണി ഇപ്പോഴും മോരും മുതിരയുമായി കിടക്കുന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 4ാം വട്ടം വീണ്ടും BJP അധികാരത്തിലെത്തുമെന്നൊക്കെ ചിലർ പ്രവചിക്കുന്നു. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളാണ് ബാലികേറ മലയായി പൊതുവെ BJP കണക്കുകൂട്ടിയിരുന്നത്. അതിലൊന്ന് ഡൽഹി, രണ്ടാമത്തേത് പശ്ചിമ ബംഗാൾ. ഡൽഹി വീണതോടെ ഇനി പശ്ചിമ ബംഗാൾ കൈപ്പിടിയിലൊതുക്കാനുള്ള കരുനീക്കങ്ങൾ BJP തുടങ്ങിവെച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ അരവിന്ദ് കെജ്രിവാളിന്റെ വീഴ്ചയുടെ കാരണം പറഞ്ഞ് പ്രശാന്ത് ഭൂഷൺ. ആം ആദ്മി പാർട്ടിയുടെ സഹസ്ഥാപകനും അഭിഭാഷകനുമാണ് പ്രശാന്ത് ഭൂഷൺ. കേജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തി. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേജ്രിവാളിന് മാത്രമാണ് എന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ബദലായ ജനാധിപത്യപരവും സുതാര്യവുമായി ഒരു പാർട്ടി രൂപീകരിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എന്നാൽ പാർട്ടിയുടെ സ്വഭാവവും ലക്ഷ്യങ്ങളുമൊക്കെ കേജ്രിവാൾ അട്ടിമറിച്ചു. ആം ആദ്മി പാർട്ടിയെ കേജ്രിവാൾ സുതാര്യമല്ലാത്തതും അഴിമതി പൂർണ്ണമായതും ഏകാധിപത്യ സ്വഭാവമുള്ളതുമാക്കി മാറ്റി. ഇതാണ് ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം. കേജ്രിവാൾ അദ്ദേഹത്തിനായി 45 കോടി മുടക്കി വസതിയൊരുക്കി. യാത്രകൾ ആഡംബര കാറുകളിലേക്ക് അദ്ദേഹം മാറ്റി. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ പ്രവർത്തന രേഖയായി തയ്യാറാക്കിയ നയ റിപ്പോർട്ട് അദ്ദേഹം ചവറ്റുകൊട്ടയിലെറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിച്ചതിൽ അഴിമതിയുണ്ട് എന്ന് പ്രശാന്ത് ഭൂഷണും തുറന്നടിക്കുന്നു. അദ്ദേഹത്തിന്റെ വസതിക്ക് BJP നൽകിയ വിശേഷണമായിരുന്നു ശീഷ് മഹൽ. ഇത് ജനങ്ങളെ ശരിക്കും ബാധിച്ചു. കുപ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേജ്രിവാൾ ശ്രമിച്ചത്. ഇത് AAPയുടെ അവസാനത്തിന്റെ ആരംഭമാണ് എന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു വെക്കുന്നു. വാരണാസിയിൽ തന്റെ ആദ്യ ലോക്സഭ എതിർ സ്ഥാനാർത്ഥിയായി കടന്നുവന്ന അരവിന്ദ് കെജ്രിവാളിനെ അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിച്ചു. ഡൽഹിയിലെ ഭരണം പിടിച്ചെടുത്ത അരവിന്ദ് കെജ്രിവാൾ അത്ര നിസ്സാരക്കാരനല്ല എന്ന് നരേന്ദ്രമോദിക്ക് വ്യക്തമായി മനസ്സിലായി. കടുത്ത രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറാനുള്ള മെയ്വഴക്കം അതായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ വ്യത്യസ്തനാക്കിയത്. തന്ത്രങ്ങളിലൂടെ ദില്ലിയുടെ ഭരണം അദ്ദേഹം പിടിച്ചടക്കി. നരേന്ദ്രമോദി എന്ന വലിയ കൾട്ട് ദില്ലിയിൽ നിറഞ്ഞു നിന്നപ്പോഴാണ് ഡൽഹിയിൽ BJPയുടെ മൂക്കിന് താഴെ ആം ആദ്മി പാർട്ടി വളർന്നത്. 2019 വൻ ഭൂരിപക്ഷത്തിൽ മോദി സർക്കാർ അധികാര തുടർച്ച നേടി. എന്നാൽ തൊട്ടടുത്ത വർഷം ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാൾ തന്നെ വീണ്ടും വിജയിച്ചു വന്നു. 2022 പഞ്ചാബ് തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചതോടെ അരവിന്ദ് കെജ്രിവാളിനെ വീഴിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു BJPക്ക്. 2022 ഡിസംബറിൽ നടന്ന ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 15 വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ച ആം ആദ്മിയുടെ കുതിപ്പ്. ഗോവ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പുറമെ മോദിയുടെ ഗുജറാത്തിലും ആം ആദ്മി പാർട്ടി വേരുപിടിക്കുന്ന കാഴ്ച. ഹനുമാൻ സ്തോത്രങ്ങൾ പാടി സ്വയം ഹിന്ദുവായി വിശേഷിപ്പിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഹിന്ദുത്വ അജണ്ടയുള്ള BJPക്ക് ഒരു കൃത്യം ബദലായി വളർന്നു. പതിവ് രാഷ്ട്രീയ ആയുധങ്ങളുമായി കേജ്രിവാളിനെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ BJPയും മോദിയും കേജ്രിവാളിനെ ജനസമക്ഷം തുറന്നുകാട്ടാൻ തീരുമാനമെടുത്തു. ഇതിനെ തുടർന്നാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന അഴിമതിക്കാരനെ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നിടാൻ BJP സർക്കാരിന് കഴിഞ്ഞത്. 2006 അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മഗ്നസെ അവാർഡ് ലഭിച്ച കേജ്രിവാളിനെയും ലോക്പാൽ സമരത്തിലൂടെ അഴിമതി വിരുദ്ധ സന്ദേശമുയർത്തി രൂപീകരിച്ച ആം ആദ്മി പാർട്ടിയെയും ജനങ്ങൾക്ക് മുന്നിൽ വസ്ത്രമുരിച്ചു നിർത്തുന്നതിൽ പിന്നീട് കേന്ദ്ര സർക്കാർ വിജയിച്ചു. അങ്ങനെ കേജ്രിവാളിന്റെ കടക്കൽ തന്നെ കത്തിവെക്കാൻ BJPക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞു. ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ ോടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ് BJP നേതാവ് സുവേന്ദു അധികാരി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ അദ്ദേഹം മമതയ്ക്ക് മുന്നറിയിപ്പ് നൽകി. നീണ്ട 27 വർഷത്തിന് ശേഷമാണ് BJP ഡൽഹിയിൽ അധികാരം പിടിച്ചത്. ഡൽഹിയിൽ നമ്മൾ ജയിച്ചു, ഇനി അടുത്ത ലക്ഷ്യം ബംഗാളാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ബംഗാളികൾ കൂടുതലുള്ള ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രചരണത്തിന് പോയിരുന്നു. അവിടെയെല്ലാം BJP വിജയിച്ചു. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശം അവസ്ഥയിലാണ്. ആം ആദ്മി ഡൽഹിയെ തകർത്തു. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ BJP വിജയസാധ്യത ഉറപ്പിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ പിടിച്ചടക്കുമെന്നാണ് ഇപ്പോൾ BJPയുടെ പ്രഖ്യാപനം. മമത കൂടുതൽ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയ അതേ തന്ത്രങ്ങൾ മമതാ ബാനർജിയുടെ കാര്യത്തിൽ അത്ര എളുപ്പമല്ല.
എന്നാൽ പഞ്ചാബിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. കേജ്രിവാൾ എന്ന അധികാരഭ്രാന്തനെ കൃത്യമായി പഞ്ചാബിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നിടാൻ BJPയേക്കാൾ അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കടുത്ത സമ്മർദ്ദങ്ങളും പരീക്ഷണങ്ങളും നേരിടുകയാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അരവിന്ദ് കേജ്രിവാൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.